പ്രശാന്തേട്ടാ, ആ. മരണം മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കുമോ? സാധാരണഗതിയിൽ അത് സാധിക്കില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചതായി ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. ചരിത്രത്തിൽ അങ്ങനെ ചില സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഉദാഹരണത്തിന് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹം ഞാനിതാ ശരീരം ഉപേക്ഷിക്കുകയാണ്, അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തുകൊള്ളൂ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചതായി. അങ്ങനെയാണല്ലോ സന്യാസിമാരും അവധൂതന്മാരും ഒക്കെ അവർ ശരീരം ഉപേക്ഷിച്ചു എന്നാണ് പറയാറ്. അല്ലാതെ അവർ മരിച്ചു എന്ന് പറയാറില്ല. സമാധി അടഞ്ഞു. സമാധി അടഞ്ഞു എന്നൊക്കെയാണ് ഭാഷയിൽ, അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അതുപോലെ ഈ ആര്യസമാജ സ്ഥാപകനായ മഹർഷി ദയാനന്ദ സരസ്വതി സമാധി അടയുകയായിരുന്നു. അദ്ദേഹം സമാധി അടയുകയായിരുന്നില്ല. അദ്ദേഹത്തിന് എതിരെ ഒരു വിഷപ്രയോഗം ഉണ്ടായി. ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു ഒരാൾ അദ്ദേഹത്തെ അപകടപ്പെടുത്താനായി. അദ്ദേഹം അതറിയാതെ പാലിലാണ് വിഷം കലക്കി കൊടുത്തത്. അദ്ദേഹം അത് കഴിച്ചു. 1 മാസത്തോളം രോഗിയായിട്ട് അദ്ദേഹം ശരീരം മുഴുക്കെ പഴുത്ത് വ്രണമായി നീരൊക്കെ വന്ന് ഈ വിഷത്തിൻ്റെ ഇതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കിടന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഇനിയും നിൽക്കുന്നില്ല, ഞാൻ ശരീരം ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞ് ശരീരം ഉപേക്ഷിച്ചതായിട്ടാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചില സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇപ്പം അതിൻ്റെ യുക്തിയൊക്കെ അന്വേഷിച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടിലായി പോകും. പൊതുവെ സന്യാസിമാര് ശരീരം ഉപേക്ഷിക്കുക, അവരെ സമാധി ഇരുത്തുക എന്നാണ്. ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ സമാധി ഇരുത്തുക എന്നാണ് നമ്മൾ പറയാറ്. ഇപ്പൊ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിയാണ്, പന്മനയിൽ ചട്ടമ്പി സ്വാമികളുടെ സമാധിയാണ്. പത്മാസനത്തിലാണോ ഇരിക്കുക? അല്ല, അങ്ങനെ ഇരുന്ന് ജീവൻ പോകണം, ശരീരം ഉപേക്ഷിക്കണം, ജീവൻ ശരീരത്തെ വിട്ടിട്ട് പോകണം എന്ന് നിർബന്ധമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. നമുക്കിപ്പം യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് കാണാം. ചില ഈ അഘോരികളെ പോലുള്ള ആളുകളൊക്കെ ഇരുന്നു കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മരണപ്പെട്ടിരുന്ന വീഡിയോസ് ഒക്കെ. ഇപ്പൊ ഒരു വലിയൊരു മരണം വിവാദമായിരിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 81 വയസ്സുകാരനായിട്ടുള്ള ഗോപൻ സ്വാമി, അദ്ദേഹത്തെ സമാധി ഇരുത്തി മക്കൾ കൊലപ്പെടുത്തി എന്നാണ് ആരോപണം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പോലീസ് ഒക്കെ പരിശോധനയൊക്കെ ഉടനടി ഉണ്ടാകും. എന്തായാലും ഇദ്ദേഹത്തിന്റെ കല്ലറ പൊളിച്ചുകൊണ്ട് ശരീരം പുറത്തെടുക്കണം, പോസ്റ്റ്മോർട്ടം നടത്തണം. എങ്കിൽ മാത്രമേ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടി സാധിക്കൂ. അത് നിയമപ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കാര്യം പറഞ്ഞു, ദയാനന്ദ സരസ്വതിയുടെ കാര്യം പറഞ്ഞു. അവരൊക്കെ പരസ്യമായിട്ട് എല്ലാവരും അനേകം ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഞാനിതാ ശരീരം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവർ കടന്നുപോയത്. പക്ഷെ ഇതങ്ങനെയല്ല. ഈ നെയ്യാറ്റിൻകരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവം അങ്ങനെയല്ല. ഒരു നാട്ടുകാരിങ്ങനെ അവിടെ ഒരാൾ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ അമ്പലമുണ്ട്, ഗോപൻ സ്വാമി എന്നാണ് പേര്. പൂജകളൊക്കെ ചെയ്യുന്ന ആളാണ്. പുറത്തൊന്നും പോയി ചെയ്യുന്ന ആളല്ല, സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുന്ന ആളാണ്. ഒരു സന്യാസ ജീവിതം പോലെയൊക്കെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ ഇങ്ങനെ മരിച്ചതായിട്ട്, അച്ഛൻ സമാധിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്ലാബൊക്കെ ഇട്ട് മൂടി ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ അടുത്തൊരു ബോർഡ് വെച്ചിരിക്കുന്നു. ഇത് പെട്ടെന്ന് ഒരു നാട്ടുകാരനെ കാണുന്നത്. അയാൾ ഞെട്ടിപ്പോയി. അയാൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ തൃപ്തികരമായ മറുപടി ലഭിക്കാത്തത് കൊണ്ട്, അതിലൊരു ദുരൂഹത തോന്നിയതുകൊണ്ട് വിവരം പോലീസിനെ അറിയിച്ചു. അപ്പോൾ പോലീസ് ഇത് വന്ന് ഇവരുടെ മൊഴിയൊക്കെ എടുത്ത്, ഇത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മൊഴിയെടുത്തു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞത്, അച്ഛൻ ഇങ്ങനെ ഞാൻ സമാധിയാവുന്നു, ഇത് പുറത്താരോടും പറയണ്ട, ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങ് ശരീരം ഉപേക്ഷിച്ച് പോയി, ഞങ്ങളത് അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തു എന്നാണ് മക്കൾ പറയുന്നത്. അങ്ങനെ ആ റിപ്പോർട്ട് പോലീസ് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കളക്ടർ അതിന്മേൽ നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് കളക്ടർക്ക് തോന്നിയാൽ ഒരു പക്ഷേ ഈ ബോഡി ഇൻക്വസ്റ്റ് ഒക്കെ നടത്തി ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. വല്ലാത്ത ഒരു ഭയങ്കരമായിട്ട് നമ്മളെ സാമാന്യമായിട്ടുള്ള ഒരു യുക്തിയെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നത്. ശരിയാണ്. യഥാർത്ഥത്തിൽ ഇയാൾക്ക്, ഈ മരണപ്പെട്ടിരിക്കുന്ന, ഈ സമാധി അടഞ്ഞിരിക്കുന്ന ഈ ഗോപൻ സ്വാമിക്ക് നേരത്തെ തന്നെ 5 വർഷം മുമ്പ് തന്നെ താൻ ഈ ഒരു രീതിയിലാണ് മരണപ്പെടേണ്ടത് എന്ന് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇപ്പൊ മക്കള് പറയുന്നത് 5 വർഷം മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ, പീഠം, സമാധിക്ക് വേണ്ടിയിട്ടുള്ള ആ ഇരിക്കേണ്ട പത്മപീഠം, ഇതൊക്കെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് വരുത്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് മക്കള് ആ വിവരം പോലീസിന് കൊടുത്ത മൊഴിയിലും ഉണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട്, ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഈ സാമ്പ്രദായികമായിട്ട് സന്യാസം സ്വീകരിച്ച ആളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ പല ആശ്രമങ്ങളുടെയും, ശ്രീരാമകൃഷ്ണ ആശ്രമമുണ്ട്, അമൃതാനന്ദമയി മഠമുണ്ട്,
അതുപോലെ പല ആശ്രമങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. അതെ. അവർക്കൊക്കെ സാമ്പ്രദായികമായിട്ട് സന്യാസം സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ദശനാമി സമ്പ്രദായം എന്നാണ് അതിന് പറയുക. അത് 10 തരത്തിൽ സന്യാസം സ്വീകരിക്കുന്ന 10 ശാഖകളായിട്ടുള്ള ഒരിതാണ്. ലളിതമായിട്ട് നമുക്ക് പറയാം അതിനെ അങ്ങനെ. അതിൻ്റെ സങ്കീർണതകളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ സന്യാസം സ്വീകരിച്ച് അവർ സന്യാസ ജീവിതം നയിച്ച് അവസാനം ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ ശരീരം ഇങ്ങനെ സമാധി ഇരുത്തും. സന്യാസിമാരുടെ ശരീരം ദഹിപ്പിക്കാറില്ല സാധാരണ പോലെ. അതിന് പകരം അത് പ്രത്യേക മരുന്നുകളും ഒക്കെ ചേർത്ത് ഭസ്മമൊക്കെ ഉപയോഗിച്ച് ഒരു വലിയ ആഴത്തിൽ കുഴിയെടുത്ത് വലിയ അതിനൊരു അളവൊക്കെ ഉണ്ട്. ആ കുഴിക്ക് അളവൊക്കെ പറയുന്നുണ്ട്. അതെടുത്ത് അതിനകത്ത് ഈ മരുന്നെല്ലാം നിറച്ച് മണലൊക്കെ വിരിച്ച് അതിലേക്ക് പത്മാസനത്തിൽ ഈ ബോഡിയെ അദ്ദേഹം ഉപേക്ഷിച്ച് പോയല്ലോ, ആ ശരീരത്തെ അവിടെ ഇരുത്തിയിട്ട് അത് ഈ ഭസ്മവും മറ്റു മരുന്നുകളും ആയുർവേദ മരുന്നുകളും എല്ലാം ഉപയോഗിച്ച് മൂടും. അതിനെ പൊതിഞ്ഞ് കെട്ടി നല്ല ഭംഗിയാക്കി അതിൽ പിന്നെ മണ്ണൊക്കെ ഇട്ട് അത് നിറച്ച് പിന്നെ അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ നിർമ്മിതി ഉണ്ടാവും. എന്നിട്ട് അവിടെ എഴുതി വെക്കും ഇത് ഇന്ന ആളിൻ്റെ സമാധിയാണ് എന്ന് എഴുതി വെക്കും. ചിലരവിടെ വന്ന് പ്രാർത്ഥിക്കും, ചിലരത് പ്രാർത്ഥിക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിൽ. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തെ ശിവഗിരിയിൽ ഇതുപോലെ സമാധി ഇരുത്തുകയാണ് ചെയ്തത്. അത് ഇപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അത് വായിച്ചു ഉള്ളൊരു ഓർമ്മ എനിക്കുള്ളൂ. അദ്ദേഹം ഇങ്ങനെ അവിടെ ശിവഗിരിയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി സംഭവിച്ചിരിക്കുന്നത്. അത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അങ്ങനെയാണ് അവർ സമാധി ഇരുത്തുകയാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ അറിവ്. പന്മനാശ്രമത്തിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി. ഇതുപോലെ പലരുടെയുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ ദയാനന്ദ സരസ്വതിയുടേത് അദ്ദേഹം ഈ സമാധി ഇരുത്തുന്നതിനെതിരായിരുന്നു. അദ്ദേഹം ശരീരത്തെ ഭസ്മമാക്കി തീർക്കണം, അതായത് അഗ്നിനാളങ്ങൾക്ക് സമർപ്പിച്ച് അത് അങ്ങനെ തന്നെ സാധാരണ മനുഷ്യർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ. അപ്പോൾ ആര്യസമാജത്തിൽ ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അവർ അത് അഗ്നിക്ക് സമർപ്പിക്കും. അഗ്നി സാധാരണ നമ്മൾ ഒരാൾ മരിച്ചാൽ എങ്ങനെയാണോ ഹിന്ദു മതത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ചെയ്യുന്നത്, അതുപോലെ അത് ചിതയിൽ വെച്ച് അഗ്നി കൊളുത്തി അതിനെ ഭസ്മമാക്കും ശരീരത്തെ. എന്നിട്ട് ആ ബാക്കി വന്ന കത്തി തീരാതെ കിടക്കുന്ന എല്ലൊക്കെ ഉണ്ടല്ലോ, ബാക്കി വരുന്ന അതിനെ എടുത്ത് ഒഴുകുന്ന ജലത്തിൽ കളയും, സമർപ്പിക്കും. അങ്ങനെയാണ് അതിന്റെ രീതി. ഒരു കട്ടെ, ഞാൻ ആ സാധനം ഒന്ന് എടുത്തോട്ടെ. മകൻ പറഞ്ഞ വാക്കുകളെ ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ അഖില, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഈ ഗോപൻ സ്വാമിക്ക് 2 മക്കളുണ്ട്. അതിൽ ഇളയ മകനായിട്ടുള്ള രാജസേനൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛൻ സമാധിയാകുമ്പോൾ ഇരിക്കാനുള്ള പത്മപീഠക്കല്ല്, ദളക്കല്ല് എന്നിവ 5 വർഷം മുമ്പ് തന്നെ അച്ഛൻ മയിലാടിയിൽ നിന്ന് പ്രത്യേകമായി വരുത്തിയിരുന്നു, തമിഴ്നാട്ടിൽ. അതെ. എന്നാൽ ഇന്നലെയാണ് സമാധിയാവാൻ സമയമായി എന്ന് അദ്ദേഹം പറഞ്ഞത്. ശേഷം സമാധിയാവാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്ന ഇടത്തേക്ക് പോയി. അവിടെ പീഠത്തിൽ പത്മാസനത്തിലിരുന്നു. ശേഷം എന്നെ അനുഗ്രഹിച്ചു. പിന്നാലെ പ്രാർത്ഥിച്ച് യോഗ കലകളിലൂടെ പ്രാണശക്തികളെയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തിലും ഓരോ കലകളെ ഉണർത്തി പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് അച്ഛൻ ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്തത്. എന്താണ് ഈ ബ്രഹ്മത്തിലേക്ക് ലയിക്കുക എന്നൊക്കെ അവരുടെ സാങ്കേതികമായ പദങ്ങളാണ്. നമുക്കതിനെക്കുറിച്ച് ഇപ്പം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമയപരിധി ഇല്ല നമുക്ക്. മകൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പം നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ട് അല്ലേ. ഇപ്പൊ സന്യാസിമാര് സമാധിയാവാറുണ്ട്. നമുക്ക് ഈ നമ്മുടെ അടുത്ത കാലത്ത് തന്നെ എത്ര സന്യാസിമാര് സമാധിയായി. അവരെ ഒന്നും ഈ പറയുന്നത് പോലെ അതിലൊന്നും ഒരു തർക്കമോ ദുരൂഹതയോ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ സാമ്പ്രദായികമായിട്ട് സന്യാസം സ്വീകരിച്ച് മുന്നോട്ട് പോയവരാണ്. അവരെ കൃത്യമായിട്ട് അതിൻ്റെ ചടങ്ങുകൾ ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് അതിൻ്റെ ചടങ്ങുകളെല്ലാം നിർവഹിച്ചു. അവരുടെയൊക്കെ സമാധികൾ നമ്മുടെ പല ആശ്രമങ്ങളിലും ഉണ്ട് താൻ. അവിടെ ഒന്നും ഒരു കുഴപ്പവുമില്ല. ആർക്കും അതിൽ ദുരൂഹത തോന്നിയിട്ടില്ല, സംശയം തോന്നിയിട്ടില്ല. ഇത് ഇപ്പോൾ സംശയം വരാൻ കാര്യം ഇങ്ങനെ ഒരു ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് ഇത് ചെയ്തത് കൊണ്ടാണ് നാട്ടുകാർക്ക് ഈ സംശയം ഉണ്ടായത്.
എന്തായാലും അത് പോലീസ് നിയമപരമായിട്ട് അത് അത് അന്വേഷിക്കട്ടെ. മാത്രമല്ല നാട്ടുകാർ പറയുന്നത് ഉം. ഈ ചില ദിവസങ്ങളിൽ ഈ അച്ഛന് എന്താണ് കിടക്കയിലായിരുന്നു, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഉം. ചില രാത്രികളിൽ ഈ മകനും അച്ഛനും കൂടി ചേർന്ന് വഴക്കിടുന്ന ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മൂത്രമൊഴിക്കാൻ അച്ഛൻ കിടക്കയിൽ മൂത്രമൊഴിക്കുകയും ഇതിനെ തുടർന്ന് ഈ ഇളയ മകൻ എന്താണ് അച്ഛനെതിരെ ശകാരിക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉയർന്നു കേൾക്കാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ ഇതിലെ ഒരു പ്രധാന ദുരൂഹതയായിട്ട് അതെ. കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ പോലീസ് മൊഴിയെടുത്തതും കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അത് അവിടുന്ന് തീരുമാനം വരട്ടെ. അത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിൽ, ഭൗതിക ശരീരം കൂടുതൽ പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് കളക്ടർ പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. അത് അതിന്റെ നിയമവശമാണ്. എന്തായാലും ഈ സമാധി, ഈ പറയുന്നത് പോലെ സന്യാസിമാര് സമാധിയാകുന്നു എന്ന് പറയുന്നത് പോലൊരു സംഭവമാണോ ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ആ ബോഡി പുറത്തെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും എങ്ങനെ സംഭവിച്ചു, മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അത് നിയമത്തിന്റെ വഴിക്കാണ് പോകേണ്ടത്. അതിന്റെ എന്താ പറയാ, വിശ്വാസമല്ല, അത് ശാസ്ത്രീയമായിട്ട് നിയമത്തിന്റെ മാർഗത്തിലൂടെ പോയി ശാസ്ത്രീയമായി പരിശോധിച്ച് നിർണ്ണയിക്കേണ്ട ഒരു കാര്യമാണ്. അത് അങ്ങനെ ഒരു നിർണയത്തിൽ എത്തിയാൽ കുഴപ്പമില്ല. ഇതൊരു ദുരൂഹത മാറിയല്ലോ. ഇവിടെ ഒരു ആഭിചാരക്രിയ, അന്ധവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാവുന്നുണ്ട്. കാരണം ഇവരുടെ ഈ വീട്ടിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അത് നോക്കി നടത്തിയിരുന്ന അവിടുത്തെ പ്രധാന പൂജാരി എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട ഗോപൻ സ്വാമിയാണ്. അപ്പോ അദ്ദേഹം ചില രാത്രികളിലൊക്കെ, അതായത് സാധാരണ നമ്മൾ സന്ധ്യകളിലൊക്കെ ആണല്ലോ, അതല്ലാതെ 10 മണി 12 മണി സമയത്തൊക്കെ വിളക്ക് കത്തിച്ചിട്ടൊക്കെ എന്തൊക്കെയോ ക്രിയകളൊക്കെ അവിടെ ചെയ്യുന്നത് കാണാറുണ്ട് എന്ന് നാട്ടുകാരിപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ എന്തൊക്കെയോ ദുരൂഹത. അല്ല, അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം രാത്രി 10 മണിക്കും ഒക്കെ പൂജകൾ അവസാനിക്കുന്ന സമയങ്ങളുണ്ട്. ചില പൂജകളൊക്കെ അത്തരത്തിൽ ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാം. ഇപ്പോ ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ചിലതൊക്കെ രാത്രി വൈകി അവസാനിക്കുന്ന ഇതുണ്ട്. ഇപ്പോൾ ദേവീ ക്ഷേത്രങ്ങളാണെങ്കിൽ, ഭദ്രകാളി ക്ഷേത്രങ്ങളാണെങ്കിൽ ഗുരുസി പോലെയുള്ള ക്രിയകളുണ്ട്. അതൊക്കെ അവസാനിക്കുന്നത് രാത്രി വൈകിയാണ്. ചിലപ്പോൾ 10 മണി, പറഞ്ഞ പോലെ 12 മണിയൊക്കെ ആവും. അതുപോലെ ഈ നാഗർ കാവുകളിൽ, നാഗർ കുടികൊള്ളുന്ന കാവുകളിൽ ഒക്കെ ചില ക്രിയകൾ, ചില ഈ അനുഷ്ഠാനങ്ങൾ അത്തരത്തിലുണ്ട്. അതിലൊക്കെ ദുരൂഹത കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ മരണത്തെ സംബന്ധിച്ച് അതിന് ശാസ്ത്രീയമായ ഒരു ഉത്തരം വേണം. അത് പോലീസിന് ഈ രീതിയിലേ നിർവഹിക്കാൻ സാധിക്കും. മകന്റെ മറ്റൊരു വെളിപ്പെടുത്തലും കൂടിയുണ്ട്. അച്ഛന്റെ ഈ മരണത്തോടു കൂടി ഈ ക്ഷേത്രം വലിയ രീതിയിൽ ഉയരാൻ പോവുകയാണ്, വലിയ പ്രശസ്തിയിലേക്ക് എത്താൻ വേണ്ടി. അതൊക്കെ അവരുടെ സങ്കല്പങ്ങളും വിശ്വാസവും പ്രതീക്ഷയൊക്കെയാണ്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് നിയമപരമായി യുക്തിസഹമായി ഈ മരണത്തിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന ആവശ്യമുണ്ട്. അത് അവർ ചെയ്യട്ടെ, പോലീസ് അത് ചെയ്യട്ടെ എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പണ്ട് കാലത്ത് ഇതുപോലെ ഒരുപാട് സന്യാസിമാരിങ്ങനെ ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും തന്നെ നമുക്ക് പല സന്യാസിമാരുടെയും സമാധി ഇരുത്തലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവർ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം അവരുടെ ആ ഭൗതിക ശരീരത്തെ ഈ തരത്തിൽ ഒരു എന്താ പറയണ്ടേ, സംസ്കരിക്കുന്നതിന് പകരം അതിനെ ഇങ്ങനെ ചെയ്യുകയാണ് പതിവ്. ഇത് ഇവിടെയും അങ്ങനെയാണോ സംഭവിച്ചതെന്ന് മാത്രമേ നിർണ്ണയിക്കാനുള്ളൂ. അത് പോലീസ് അന്വേഷണത്തിലൂടെ നിർണ്ണയിക്കപ്പെടും. അതിന് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നേ ഈ അവസരത്തിൽ നമുക്കത് പറയാൻ സാധിക്കും. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ഈ ബോഡി പുറത്തെടുക്കാനൊക്കെ കാത്തിരിക്കുകയാണ് എല്ലാവരും. കാരണം സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിന് ആ തരത്തിൽ തന്നെ ഉത്തരം കിട്ടുകയും വേണം.